നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾ ഓരോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ ഓരോ ആപ്പുകൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലേ സ്റ്റോർ കാണിക്കുന്നത് അധികവും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും. കാരണം നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തതോ ഡൗൺലോഡ് ചെയ്തതോ ആയിട്ടുള്ള ആപ്പുമായി ബന്ധപ്പെട്ട ആപ്പുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ആപ്പുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ആപ്പുകൾ കിട്ടുകയും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളൊക്കെ വളരെ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്തുള്ള ആ ഒരു സെറ്റിങ്സ് അത് എവിടെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു സെറ്റിങ്സാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഒരു സെറ്റിങ്സ് പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരാം. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യൂസിങ് ഐറ്റം എന്ന് കാണുന്ന ഭാഗത്ത് ഏകദേശം 1124 ആപ്പുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാം അവസാനം മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ വായിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്നോ ആ സെർച്ച് ചെയ്യുന്ന ഡാറ്റ മനസ്സിലാക്കി പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് അത്തരത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഗെയിം ആപ്പ് സെർച്ച് ചെയ്തു, പിന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറും ഗൂഗിളുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിലൊക്കെ അത്തരത്തിലുള്ള ആപ്പുകളോ വെബ്സൈറ്റുകളോ ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേ കണ്ടൻറ്റ് എന്നതിന് താഴെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അതിൻ്റെ ഡീറ്റെയിലൊക്കെ പ്ലേ സ്റ്റോർ കണ്ടെത്തും. താഴെ ഭാഗത്തേക്ക് നോക്കുക, നമുക്ക് ഓരോ ആപ്പ് ഇതുപോലെ എനേബിളായി കാണാൻ സാധിക്കും. ഇവിടെ കുറേ ആപ്പുകൾ കാണാം. 1124 ആപ്പുണ്ട്. ഇത്രയും ആപ്പുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും നമുക്ക് പ്ലേ സ്റ്റോർ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഈ ബട്ടൺ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ഒരു ആപ്പുമായി നമ്മൾ ഇതുപോലെ ഓഫ് ചെയ്യുന്ന ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ആപ്പും പിന്നെ പ്ലേ സ്റ്റോറിനകത്ത് കാണിക്കില്ല. അപ്പോൾ ഓരോ നോക്കുക, ഇവിടെ എൻ്റെ ഫോണത്ത് 1200 സംതിങ് ആപ്പുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഗെയിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സുകൾ വരാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓഫ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓഫ് ചെയ്ത ആപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊന്നും നമ്മുടെ ഫോണിലേക്ക് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലാത്തത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത സമയത്ത് വളരെ വേഗത്തിൽ ഡൗൺലോഡ് ആകുകയും മാത്രമല്ല ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ സെർച്ച് ചെയ്യുന്ന ആപ്പുകൾ വളരെ വേഗത്തിൽ അത് നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.